So good morning. Recording start ചെയ്തിട്ടുണ്ട്. ഓക്കെ, വോയിസ് എന്തെങ്കിലും വേരിയേഷൻ വരുവാണെങ്കിൽ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, once again good morning. Minhaj, good morning. Okay, then last class we were discussing about the role of cache memory in memory hierarchy. So we had a diagram. Cache memory we are placing in between processor and main memory. So actually we are considering the term or the concept locality of reference. ആ ഒരു ടേം ഓർത്തിരിക്കുക. വി ആർ കൺസിഡറിങ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. മീൻ ചെയ്യുന്നത് എന്താണ്? വി ഹാവ് ടു ഓപ്ഷൻസ്, ടെമ്പറൽ ലൊക്കാലിറ്റി ആൻഡ് സ്പേഷ്യൽ ലൊക്കാലിറ്റി. ടെമ്പറൽ ലൊക്കാലിറ്റി മീൻസ് we are placing the data inside the cache which is frequently accessed by the processor. അതപ്പോൾ എന്താവാം? that may be a particular portion of a code, maybe a loop. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും we are placing it into cache memory. That was the first concept. Then second one, spatial locality of reference. Here also we are placing some instruction very close to the instruction which is accessed by the processor. മീൻ ചെയ്യുന്നത് എന്താണ്? പ്രൊസസ്സർ കണ്ടിന്യൂസ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന് ക്ലോസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ദാറ്റ് വി ആർ പ്ലേസിംഗ് ഇൻ ടു ക്യാഷ് മെമ്മറി. അപ്പോൾ അഡ്വാൻറ്റേജ് നോക്കുക, ദർ ബൈ പ്രൊസസ്സർ ക്യാൻ ഈസിലി ആക്സസ് ദി ഡാറ്റ ഫ്രം ദി ക്യാഷ് മെമ്മറി. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അമൽ രവീന്ദ്രൻ, അർപ്പിത്, ജെറീഷ്, ഖദീജ, നിവേദ്യ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. Okay, thank you. Then we discuss about mapping function. ഇന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും വാട്ട് ഈസ് മാപ്പിംഗ്. എന്തായിരുന്നു മാപ്പിംഗ് ഫംഗ്ഷൻ? നമുക്കൊരു ഓപ്ഷൻ വേണം. എന്തുകൊണ്ടാണ് ഓപ്ഷൻ വേണ്ടത് എന്ന് ഓർക്കുക. ആ റീസൺ ഒന്ന് പറയാം. നിങ്ങൾ ഓർക്കുക, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് മെമ്മറി കമ്പാരിറ്റീവ്ലി ക്യാഷ് മെമ്മറിയുടെ സൈസ് കുറവാണ്. വെൻ വി ആർ കമ്പയറിംഗ് വിത്ത് മെയിൻ മെമ്മറി, സൈസ് ഓഫ് ക്യാഷ് മെമ്മറി കുറവാണ് ആൻഡ് മെയിൻ മെമ്മറിയുടെ സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ പെർട്ടിക്കുലർ ടൈമിൽ മെയിൻ മെമ്മറിയിലെ ഒരു ബ്ലോക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ക്യാഷിൽ. ശരിയല്ലേ? ഓക്കെ, അപ്പം ടൈംലി മാനറിൽ, ടൈം ബേസിസിൽ വി ഹാവ് ടു ഫ്രീക്വൻലി ചേഞ്ച് ദി കണ്ടന്റ് ഓഫ് ക്യാഷ് മെമ്മറി. വി ഹാവ് ടു ഫ്രീക്വൻലി ചേഞ്ച് ദി കണ്ടന്റ് ഓഫ് ക്യാഷ് മെമ്മറി. എന്നാൽ മാത്രമേ പ്രൊസസ്സറിന് സ്മൂത്ത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദർ വി ആർ യൂസിങ് മാപ്പിംഗ് ഫംഗ്ഷൻ. മാപ്പിംഗ് ഫംഗ്ഷൻ നമ്മൾ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. Then we discussed about write miss, read miss, write hit. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരാളൊന്ന് ഓർത്ത് നോക്കിയേ. അമൽ രവീന്ദ്രൻ, അഭിനവ് സെൽവരാജൻ. അഭിനവ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഭിനവ്, വാട്ട് ഈസ് റീഡ് ഹിറ്റ് ആൻഡ് റീഡ് മിസ്? വാട്ട് ഈസ് റീഡ് ഹിറ്റ് ആൻഡ് റീഡ് മിസ്? സങ്കീർത്തന ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് റീഡ് മിസ്? അനുപമ ഓർമ്മയുണ്ടോ റീഡ് മിസ് എന്താണ്? വാട്ട് ഈസ് റീഡ് മിസ്? റീഡ് മിസ് ആൻഡ് റീഡ് ഹിറ്റ്, റൈറ്റ് മിസ്, റൈറ്റ് ഹിറ്റ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. മിൻഹജ്, റീഡ് മിസ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഓഫ് വേർഡ്സ്, block of words that are trying to accessed by the processor is not available in the cache memory. അതിനെയാണ് നമ്മൾ റീഡ് മിസ് എന്ന് പറയുന്നത്. നോക്കുക, ദിസ് ഈസ് അവർ പ്രൊസസ്സർ. പ്രൊസസ്സർ ട്രൈങ് ടു ആക്സസ് എ ബ്ലോക്ക് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദി ക്യാഷ് മെമ്മറി. നോക്കുമ്പോൾ ക്യാഷിൽ ആ ഇൻഫർമേഷൻ ഇല്ല, വിച്ച് മീൻസ് ഡാറ്റ നോട്ട് അവൈലബിൾ ഇൻ ക്യാഷ്. ദാറ്റ് ഈസ് റീഡ് മിസ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ബ്ലോക്ക് ഓഫ് ഇൻഫർമേഷൻ ഈസ് പ്ലേസ്ഡ് ഇൻ ടു ക്യാഷ്. നമ്മൾ പ്ലേസ് ചെയ്യുന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഏതോ ഒരു അൽഗോരിതം, ബ്ലോക്ക് റീപ്ലേസ്മെന്റ് അൽഗോരിതം നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ അൽഗോരിതമാണ്
മിസ്സായ ഇൻഫോർമേഷനെ ക്ലാസ്സിലേക്ക് ക്യാഷ് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജാണ് റീഡ് മിസ് എന്ന് പറയുന്നത്. റീഡ് ഹിറ്റ് എന്തായിരുന്നു? ഇഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഇൻ ക്യാഷ് മെമ്മറി, ദാറ്റ് വി ആർ സെയിങ് ഇറ്റ് ഈസ് എ റീഡ് ഹിറ്റ്. ഓക്കെ ആണെന്ന് കരുതുന്നു. സിമിലർലി വി ഡിസ്കസ്ഡ് അബൌട്ട് റൈറ്റ് മിസ് ആൻഡ് റൈറ്റ് ഹിറ്റ്. നമ്മൾ റൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ക്യാഷ് മെമ്മറിയിലെ ഡാറ്റ ദാറ്റ് വി ആർ അപ്ഡേറ്റിംഗ്, സെയിം ഇൻഫർമേഷൻ ഓൾസോ അവൈലബിൾ ഇൻ പ്രൈമറി മെമ്മറി, അതും നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പം അറ്റ് എ ടൈമിൽ നമ്മൾ ബോത്ത് ക്യാഷ് ആൻഡ് മെമ്മറി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ത്രൂ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കുക. കണ്ടന്റ് ഓഫ് മെയിൻ മെമ്മറി അപ്ഡേറ്റഡ് സൈമൾട്ടേനിയസ്ലി വിത്ത് ക്യാഷ് മെമ്മറി, ദാറ്റ് വി ആർ സെയിങ് റൈറ്റ് ത്രൂ പ്രോട്ടോകോൾ. ഇനി റൈറ്റ് ബാക്ക് പ്രോട്ടോകോൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ക്യാഷിലെ കണ്ടന്റ് ചേഞ്ച് ചെയ്തു. ഇനി ആ ബ്ലോക്ക് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ മാത്രം, അതായത് ആ ക്യാഷ് ബ്ലോക്കിൽ നിന്ന് നമ്മളതിനെ ഒഴിവാക്കുകയാണെങ്കിൽ മാത്രം സെയിം ഇൻഫർമേഷൻ നമ്മൾ മെമ്മറിയിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ റൈറ്റ് ബാക്ക് പോളിസി എന്ന് പറയുന്നത്. റൈറ്റ് ബാക്ക് പോളിസി ഓർ റൈറ്റ് ബാക്ക് പ്രോട്ടോകോൾ എന്ന് പറയാം. ക്ലിയർ ആണോ? അനുപമ കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ? Yes, sir. ഓക്കെ, നാസിഫ്, നിഹാൽ, ഷഫീഖ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. Okay, today we are going to discuss about different cache mapping functions. Cache mapping function. അപ്പം പർപ്പസ് എന്താണെന്ന് ആദ്യം നമ്മൾ ഓർക്കണം. എന്തുകൊണ്ടായിരുന്നു? അവർ പ്രൈമറി മെമ്മറി ഈസ് ലാർജർ ഇൻ സൈസ് while comparing with the cache memory. സപ്പോസ് ക്യാഷ് മെമ്മറി സ്മോൾ ആണ്, പ്രൈമറി മെമ്മറി ലാർജ് ഇൻ സൈസ് ആണെങ്കിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാപ്പിംഗ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ക്യാഷിലേക്ക് പ്രോസസ്സറിന്റെ നീഡ് അനുസരിച്ച് പ്ലേസ് ചെയ്യുന്നു. കോൺസെപ്റ്റ് ഓർക്കുക. വി ഹാവ് ടു പ്ലേസ് ഇൻഫർമേഷൻ ഫ്രം ദി പ്രൈമറി മെമ്മറി ടു ക്യാഷ് മെമ്മറി ബേസ്ഡ് ഓൺ ദി റിക്വസ്റ്റ് ഗിവൺ ബൈ പ്രോസസ്സർ. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ 3 ഓപ്ഷൻസ് ക്യാഷ് മാപ്പിംഗ് ഫംഗ്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഹിയർ വി ഹാവ് എ ക്യാഷ് മെമ്മറി with 2K size which means 2048. അതായത് 2 MB മാത്രമേ നമ്മുടെ ക്യാഷ് സൈസ് ഉള്ളൂ. 2 MB 2K size and arranged in 128 block of 16 words. 128 block of 16 words. This is our cache size. Clear ആണോ പറഞ്ഞത്? Here we have an indication. നിങ്ങൾ നോക്കുക. Here we have an indication. ഓർത്തിരിക്കുക. This is our cache memory. ഞാൻ മാർക്ക് ചെയ്യുന്നു. This is our cache memory. And similarly ഇപ്പുറത്ത് കാണുന്ന വലിയ പാർട്ടിനെ നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നു. ക്യാഷ് മെമ്മറി എത്രയാണ് സൈസ്? ഞാൻ പറഞ്ഞത് 2K ആണ് സൈസ്, വിച്ച് മീൻസ് 2 MB ആണ് സൈസ് ഉള്ളൂ. ഇത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ആസ് 128 വേർഡ്. ഞാൻ മൗസ് വെച്ചാണ് എഴുതുന്നത്, അതുകൊണ്ട് വൃത്തി കുറവായിരിക്കും. 128 വേർഡ് ഓഫ് 16 ബിറ്റ്, 16 ബിറ്റുള്ള 128 ബ്ലോക്ക് ആയിട്ടാണ് ക്യാഷിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സിമിലർലി മെയിൻ മെമ്മറി എത്ര സൈസ് ഉണ്ട്? 4096 സൈസ് ഉണ്ട് മെയിൻ മെമ്മറി ഓൾസോ 16 ബിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള എത്ര ബ്ലോക്ക് ഉണ്ട്? 4095 ബ്ലോക്സ് ആണ്, 4096 ബ്ലോക്സ് ആണ് എവിടെ ഉള്ളത്? മെയിൻ മെമ്മറിയിൽ ഉള്ളത്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. മെയിൻ മെമ്മറിയിലെ ടോട്ടല് 4096. മെയിൻ മെമ്മറി കൺസിസ്റ്റ് ഓഫ് 4096 ബ്ലോക്സ് ഓഫ് 16 വേർഡ്സ്. 16 വേർഡ്സ് ഉള്ള 4096 ബ്ലോക്സ് എവിടെയുണ്ട്? മെയിൻ മെമ്മറി ഉണ്ട്. അപ്പൊ ഇവിടുത്തെ മെയിൻ മെമ്മറിന്റെ സൈസ് എത്രയാ? 64 MB ആണ് മെയിൻ മെമ്മറിയുടെ സൈസ്. നോട്ട് ഡൗൺ ചെയ്യാം. മെയിൻ മെമ്മറിയുടെ സൈസ് 64 MB ആണ്. ക്യാഷ് മെമ്മറി 2 MB ഉള്ളൂ,
മെയിൻ മെമ്മറി എത്രയുണ്ട്? 64 MB ഉണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്താലോ? യെസ് അനുപമ, താങ്ക് യു. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 64 MB ഇൻഫോർമേഷൻ ബേസ്ഡ് ഓൺ എ പോളിസി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷിലേക്ക് ഇങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. 64 MB ഇൻഫോർമേഷനിൽ 16 ബിറ്റ്സ് ഉള്ള ബ്ലോക്സ്. ഹിയർ വി ഹാവ് 4096 ബ്ലോക്സ്. ഹിയർ വി ഹാവ് ഈ 4096 ബ്ലോക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 128 ബ്ലോക്കുമായിട്ട് മാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. 128 ഇവിടെ 128 ഉള്ളൂ. ഇതിലേക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് എഴുതാം. ഡയറക്റ്റ് മാപ്പിംഗ്. ഡയറക്റ്റ് മാപ്പിംഗ്. ഡയറക്റ്റ് മാപ്പിംഗ്. ഡയറക്റ്റ് മാപ്പിംഗ്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. വൈൽ കൺസിഡറിങ് ദിസ് ഡയഗ്രാം യു ഹാവ് ടു ഐഡന്റിഫൈ ബ്ലോക്ക് 0 കണ്ടോ? ബ്ലോക്ക് 0 മാപ്ഡ് ടു റെപ്രസെന്റഡ് ഇൻ മെറൂൺ കളറിൽ റെപ്രസെന്റ് ചെയ്ത് മാപ്ഡ് ഇൻ ടു ബ്ലോക്ക് 0. സിമിലർലി ബ്ലോക്ക് 128 ഓൾസോ മാപ്ഡ് ഇൻ ടു ബ്ലോക്ക് 0. ബ്ലോക്ക് 256 മാപ്ഡ് ഇൻ ടു ബ്ലോക്ക് 0. അപ്പൊ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ്? In direct mapping, block J modulo 128 of the cache. Block J modulo 128. അതായത് ബ്ലോക്ക് 0 മോഡുലോ 128 എന്ന് പറയുന്നത് 0 ആണ്. 128 മോഡുലോ 128ഉം 0 ആണ്. 256 മോഡുലോ 128ഉം എന്താണ്? 0 ആണ്. മീൻ ചെയ്യുന്നത് എന്താണ്? മോഡുലോ ഓപ്പറേഷൻ നമുക്ക് തരുന്നത് റിമൈൻഡർ ആണ്. അപ്പൊ റിമൈൻഡർ 0 വരുന്ന ബ്ലോക്സ് ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ എവിടെയാണ് മാപ്പ് ചെയ്യുന്നത്? ക്യാഷിലെ 0th ബ്ലോക്കിലാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ജനറൽ ഇക്വേഷൻ ടു പെർഫോം ഡയറക്റ്റ് മാപ്പിംഗ് എന്താണ്? ഡയറക്റ്റ് മാപ്പിംഗിന്റെ ജനറൽ ഇക്വേഷൻ J മോഡുലോ 128. ഞാൻ അണ്ടർലൈൻ ചെയ്ത ലൈൻ അവിടെ എഴുതിയേക്കാം. J മോഡുലോ 128. അപ്പൊ നമ്മൾ ക്യാഷിലെ നമ്പർ ചെയ്തപ്പം 128 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 0 റിമൈൻഡർ വരുന്ന എല്ലാ ബ്ലോക്സും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ക്യാഷിലെ 0th ബ്ലോക്കിലാണ്. ഇനി ബ്ലോക്ക് 1നെ നമ്മൾ മോഡുലോ ചെയ്ത് നോക്കുക. റിമൈൻഡർ വിൽ ബി 1. 129നെ നമ്മൾ 128 വെച്ച് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ വിൽ ബി 1. 257നെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ വിൽ ബി 1. ദാറ്റ് ഈസ് മാപ്ഡ് ടു ബ്ലോക്ക് 1 ഓഫ് ദി ക്യാഷ്. കോൺസെപ്റ്റ് വെരി ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞേ അനുപമ. യെസ്, സിമ്പിൾ ആണ്. ആ ഇക്വേഷൻ അവിടെ എഴുതി വെക്കാം. ഇക്വേഷൻ അവിടെ എഴുതി വെക്കാം. നെക്സ്റ്റ് ലൈനിൽ എഴുതുക. വൺ ബ്ലോക്ക് ഓഫ് മെമ്മറി കൺസിസ്റ്റ് ഓഫ് 16 വേർഡ്സ്. 1 ബ്ലോക്ക് ഓഫ് എ മെമ്മറി കൺസിസ്റ്റ് ഓഫ് 16 വേർഡ്സ്. അതായത് ഈ ഒരു ബ്ലോക്കിൽ 16 വേർഡ്സ് ഉണ്ടെന്ന് കരുതാം. 16 വേർഡ്സ് ഉണ്ട്. 1 block of memory consists of 16 words. Then ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡയറക്റ്റ് മാപ്പിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, ഡയറക്റ്റ് മാപ്പിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് 5, 7, 4. Tag represented by 5, block represented by 7, word represented by 4. ഇത് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഡയറക്റ്റ് മാപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു. Then we are discussing main memory address will be like totally 16 ബിറ്റിലാണ് മെയിൻ മെമ്മറി അഡ്രസ് ഉണ്ടാവുക. അപ്പൊ മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ 5 ബിറ്റ് റെപ്രസെന്റിങ് ടാഗ്, 7 ബിറ്റ് റെപ്രസെന്റിങ് ബ്ലോക്ക്,
4 ബിറ്റ് റെപ്രസെന്റിങ് വേർഡ് എന്ന് നമ്മൾ പറയുന്നു. ഇനി അതെന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഡയറക്റ്റ് മാപ്പിംഗ് പെർഫോംഡ് ജെ മോഡുലോ 128 ഇസ് ദി ഇക്വേഷൻ. 0 പൊസിഷനിൽ ക്യാഷ് വരുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. 1ൽ വരുന്നത് ദെയർബൈ 4096 നമ്പർ ഓഫ് ബ്ലോക്സിനെ നമുക്ക് 128ലേക്ക് മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4096നെ 128ലേക്ക് മാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കുക, നമ്മുടെ മെമ്മറി അഡ്രസ്സിൽ ഹിയർ വി ഹാവ് 4 ബിറ്റ്. ഈ വേർഡ് എന്ന് പറയുന്ന 4 ബിറ്റ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ആൻസർ ഈച്ച് ബ്ലോക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 16 വേർഡ്സ്. ഒരു ബ്ലോക്കിൽ തന്നെ 16 വേർഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ 16 വേർഡ്സിനെയും ഇൻഡിവിജ്വലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ മെമ്മറി അഡ്രസ്സിൽ നമ്മൾ ഡാറ്റേനെ ഏറ്റവും യൂണീക്ക് ആയിട്ട് വേണം എടുക്കാൻ. അപ്പം ഒരു ബ്ലോക്കിൽ തന്നെ 16 വേർഡ്സ് ഉണ്ട്. അപ്പൊ ആ 16 വേർഡ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പാസ് ചെയ്യുന്ന അഡ്രസ്സിലെ 4 ബിറ്റ്, ഒരു ബ്ലോക്കിൽ തന്നെ 16 വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 16 വേർഡ്സിനെയും യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ബിറ്റിനെ യൂസ് ചെയ്യുന്നത്. ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് നോക്കാം. ലോവർ ഓർഡർ 4 ബിറ്റ്സ് ഡിറ്റർമൈൻ വൺ ഓഫ് ദി 16 വേർഡ്സ് ഇൻ എ ബ്ലോക്ക്. ഇതാണ് ആ പോയിന്റ്. ലോവർ ഓർഡർ 4 ബിറ്റ് റെപ്രസെന്റിങ് നമ്മൾ പാസ് ചെയ്യുന്ന മെമ്മറി അഡ്രസ്സിൽ നമുക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എൻ ഇൻഫർമേഷൻ ദാറ്റ് വി ഹാവ് ടു റീഡ് ഫ്രം ദി ക്യാഷ് മെമ്മറി. അപ്പം പ്രോസസ്സർ ക്യാഷിലെ ഒരു ബ്ലോക്കിൽ തന്നെ 16 വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ഒരു വേർഡിനെ നമ്മുടെ പ്രോസസ്സറിന് ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും. പ്രോസസ്സർ പാസ് ചെയ്യുന്ന അഡ്രസ്സിലെ 4 ബിറ്റ് എന്താണ് ശരിക്കും? റെപ്രസെന്റിങ് എ ഇൻഡിവിജ്വൽ വേർഡ് ഫ്രം എ ബ്ലോക്ക്. ഒരു ബ്ലോക്കിൽ തന്നെ 16 എണ്ണം ഉള്ളതുകൊണ്ട് ലാസ്റ്റ് 4 ബിറ്റ് ആ 16 എണ്ണത്തിൽ ഒന്നിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഈ 7 ബിറ്റ് നെക്സ്റ്റ് ബ്ലോക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ 7 ബിറ്റ് ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ടോട്ടലി ഇൻ ക്യാഷ് വി ഹാവ് 128 ലൊക്കേഷൻ. കണ്ടോ, ക്യാഷിൽ 128 ലൊക്കേഷൻ ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 0 to 127 എന്ന് പറയുമ്പോൾ ദർ ഈസ് 128 ലൊക്കേഷൻ ഉണ്ട്. അപ്പം 7 ബിറ്റ് വേണം നമുക്ക് 128 ലൊക്കേഷനെ റെപ്രസെന്റ് ചെയ്യാൻ. നിങ്ങൾ നോക്കുക, 2, 4, 8, 16, 32, 64, 128. 2⁻7 equal to 128. So there we need 7 bit to represent ഇൻഡിവിജ്വൽ ബ്ലോക്സ്. നമ്മൾ ഒരു ബ്ലോക്കിനെയാണ് കൊണ്ടുവരുന്നത്. ഏത് ലൊക്കേഷനിലേക്കാണ് ബ്ലോക്കിനെ പ്ലേസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് 7 ബിറ്റ് വേണം. അപ്പം ഈ 7 ബിറ്റ് ബ്ലോക്ക് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് എവിടെയാണ് ആ ബ്ലോക്ക് വന്നതെന്ന്, പുതുതായി ക്യാഷിൽ ആ സംഭവം വന്നല്ലോ, എവിടെയാണ് വന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവണം? ഈ 7 ബിറ്റ് വേണം. അപ്പം നിങ്ങൾ നോക്കുക, അഡ്രസ്സിൽ 7 ബിറ്റ് എവിടെയാ ബ്ലോക്ക് വന്നതെന്ന് പറഞ്ഞു, 4 ബിറ്റ് ബ്ലോക്കിന്റെ ഉള്ളിൽ ഏതാ വേർഡ് എന്ന് നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടി ക്ലിയർ ആയി വരുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക്. വിച്ച് മീൻസ് in order to represent 128 individual block position in a cache we require 7 bit. അപ്പം എത്രാമത്തെ ബ്ലോക്കിലേക്കാണ് നമ്മൾ മെയിൻ മെമ്മറിനെ പിടിച്ചിടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 7 ബിറ്റ് യൂസ് ചെയ്തു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എടാ ഒന്ന് പറ. യെസ്, അനുപമ സ്റ്റിൽ അലൈവ്. ദെൻ നെക്സ്റ്റ് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അഞ്ജിത, മിൻഹജ്, മിഥുൻ മോഹൻ. യെസ്, നിവേദ്യം ജീവനോടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ജെറീഷ് ഇസ്മയിൽ, നബീൽ, നന്ദിത, സങ്കീർത്തന. ഇവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, നന്ദിത ഉണ്ട്, മിൻഹജ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 7 ബിറ്റിനെ നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇനി കുറച്ചുകൂടി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം മനസ്സിലാവും. ആ ഒരു കാര്യം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ 0th ബ്ലോക്കിൽ തന്നെ 4096 മാപ്പ് ചെയ്യുമ്പം 32 നമ്പർ ഓഫ് ബ്ലോക്കിനെ നമ്മൾ 0ലേക്ക് പ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഒന്നുകൂടി പറയാം, നമ്മൾ മോഡ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബ്ലോക്ക് 0ലേക്ക് 0 പ്ലേസ് ചെയ്യുന്നു, 128 പ്ലേസ് ചെയ്യുന്നു, 256 പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 32 നമ്പർ ഓഫ് ബ്ലോക്സ് നമ്മൾ ബ്ലോക്ക് 0ലേക്ക് മാപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. അത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക, 4096 ബ്ലോക്ക് ഇവിടെ ഉണ്ടല്ലോ. 4096നെ നമുക്ക് 128 പൊസിഷനിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.
Then 4096 divided by 128 നമുക്ക് തരുന്നത് 32 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. 32. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മെയിൻ മെമ്മറിയിലെ 32 ബ്ലോക്സിനെ നമ്മൾ ബ്ലോക്ക് 0യിലേക്ക് മാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഇങ്ങനെ ഇതിലിപ്പോ 3 ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ 32 4096നെ 128ലേക്ക് മാപ്പ് ചെയ്യണേൽ 4096 ഡിവൈഡ് ബൈ 128 32 ആണ് നമുക്ക് തരുന്നത്. അപ്പം മെമ്മറിയിൽ നിന്ന് 32ഓളം ബ്ലോക്സിനെ ദാറ്റ് വി ഹാവ് ടു പ്ലേസ് ഇൻ ടു ബ്ലോക്ക് 0 പൊസിഷൻ. അപ്പം ആ 32 എണ്ണത്തിൽ ഏതിനെയാണ് നമ്മൾ പ്ലേസ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതിനെ നമ്മൾ ടാഗ് ബിറ്റ് 5 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. 5 ബിറ്റ് വേണം 32 അഡ്രസ് ചെയ്യാൻ. സോ ദാറ്റ് 5 ബിറ്റ് വി ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ വിച്ച് ബ്ലോക്ക് ഫ്രം ദി മെയിൻ മെമ്മറി ഈസ് മാപ്ഡ് ഇൻ ടു ക്യാഷ് മെമ്മറി. ക്ലിയർ ആണോ? സർ 32 മനസ്സിലായി, 5ന്റെ കാര്യം മനസ്സിലായില്ല. 32 വന്നപ്പം 32നെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എത്ര ബിറ്റ് വേണം? 2, 4, 8, 16, 32 5 ബിറ്റ് വേണ്ടേ? അനുപമ, നമ്മൾ ബ്ലോക്ക് 0നെയും ദെൻ ബ്ലോക്ക് 128നെയും 250 മോഡുലോ ഓപ്പറേറ്റർ 0 വരുന്നതിനെ ഒക്കെ പിടിച്ചിട്ട് ബ്ലോക്ക് 0യിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോഡുലോ ഓപ്പറേറ്റർ 0 തരുന്ന 32 ബിറ്റ് ഉണ്ടാവും, 32 ബ്ലോക്സ് ഉണ്ടാവും. നമ്മൾ 4096 കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ മോഡുലോ ഓപ്പറേറ്റർ 0 തരുന്ന 32 ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ ആ 32 ബ്ലോക്കിൽ ഏതിനെയാണ് പിടിച്ചിട്ടെന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ക്യാഷിലേക്ക് നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ മെമ്മറിയിലെ ഏത് ബ്ലോക്കാണ്, ഏത് പൊസിഷനിലാണ് ഉള്ളത്, പൊസിഷന്റെ ഉള്ളിൽ ഏത് വേർഡിലാണ് ഇൻഫർമേഷൻ ഉള്ളത്, അത്ര ഇൻഫർമേഷൻ പ്രോസസറിന് യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. ഒരാളോട് പറഞ്ഞേനി. ഐശ്വര്യ, അഖിൽ, അഖിൽ കെ, ജെറീഷ്, മുഹമ്മദ് സാലിഹ്. അപ്പൊ നമ്മൾ പോയിന്റ് ഓർക്കുക, ഹയർ ഓർഡർ 5 ബിറ്റ് ഡിറ്റർമൈൻ which of the possible 32 block is currently present in the cache. Which of the possible 32 block is currently present in the cache. അപ്പോൾ ഓർക്കുക, ഫ്രം 4096 32 ബ്ലോക്സിലെ ഏതേലും ഒന്നിനെയാണ് നമ്മൾ ബ്ലോക്ക് 0യിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. there we are using 5 bit. ക്ലിയർ അല്ലേ? അപ്പോൾ this is all about direct mapping. അപ്പോൾ ഡയറക്റ്റ് മാപ്പിംഗ് ഓർക്കുക, here we have a memory of 64K 64 MB ഉള്ളൊരു മെമ്മറി ആൻഡ് ക്യാഷ് മെമ്മറി 2 MB. ഡയറക്റ്റ് മാപ്പിംഗിൽ മെയിൻ മെമ്മറി ഓർഗനൈസ്ഡ് ആസ് 4096 ബ്ലോക്സ് ഓഫ് 16 ബിറ്റ് ഈച്ച് ആയിട്ടുള്ള ബ്ലോക്ക്. ഇപ്പുറത്തെ 128 ബ്ലോക്ക് 16 ബിറ്റ് ഈച്ച്. ജനറൽ ഇക്വേഷൻ ജെ മോഡുലോ 128. ഇനീഷ്യലി 0 റിമൈൻഡർ വരുന്നത് ഗോസ് ടു ബ്ലോക്ക് 0, 1 റിമൈൻഡർ വരുന്നത് ബ്ലോക്ക് 1, ഫൈനലി 127 റിമൈൻഡർ വരുന്നത് ബ്ലോക്ക് 127. ആൻഡ് ദി മെമ്മറി അഡ്രസ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്: ടാഗ്, ബ്ലോക്ക്, വേർഡ്. വേർഡ് എന്താ ചെയ്യുന്നത്? ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ 16 വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ്. ദെൻ 7 ബിറ്റ് ടോട്ടലി 128 പൊസിഷനിലേക്ക് ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 7 ബിറ്റ് യൂസ് ചെയ്തു. ഫൈനലി വി ഹാവ് 5 ബിറ്റ്. കാരണം മെയിൻ മെമ്മറിയിൽ നിന്ന് 32 എണ്ണത്തിൽ ഏതോ ഒരെണ്ണമാണ് ക്യാഷിലേക്ക് വരാൻ സാധ്യതയുള്ളത്. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് 5 ബിറ്റ്. ഇത്രയും പറഞ്ഞ ഡയറക്റ്റ് മാപ്പിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആവണം. ഓക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ്തേ ഫാസ്റ്റ്. ഓക്കെ ഷഫീഖ്, താങ്ക് യു. Then coming to associative mapping. Side heading എഴുതാ, associative mapping. ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു ഓപ്ഷനും ഇല്ല. അസോസിയേറ്റീവ് മാപ്പിംഗ് നമ്മൾ കുറച്ച് അൽഗോരിതംസ് പഠിക്കും. ബേസ്ഡ് ഓൺ ദാറ്റ് അൽഗോരിതം നമുക്ക് ക്യാഷ് ഫ്രീ ആവുന്നതിനനുസരിച്ച് ഏത് ബ്ലോക്ക് ഓഫ് മെമ്മറിനെയും പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇതിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. മെയിൻ മെമ്മറി ബ്ലോക്ക് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ടു ക്യാഷ് പൊസിഷൻ. എങ്ങനെ വേണേലും പ്ലേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇനീഷ്യലി വി ഹാവ് ടു റെപ്രസെന്റ് 4096. 4096 ബ്ലോക്ക് എവിടെയുണ്ട്?
മെയിൻ മെമ്മറിയിലുണ്ട്. അപ്പൊ അതിൽ ഏതാ വന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 12 ബിറ്റ് ടാഗ് ഫീൽഡ് അവിടെ യൂസ് ചെയ്തു. ബിക്കോസ് 12 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 4096നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓർക്കുക, 2, 4, 8, 16, 32, 64, 128 അങ്ങനെ എണ്ണി പോകുമ്പോൾ 10ൽ 1024, 11ൽ 2048, ഇൻ 12th വി ആർ ഗെറ്റിംഗ് 4096 കിട്ടും. അപ്പം 4096 ഏതാണ് ക്യാഷിൽ ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ടാഗ് ബിറ്റിന്റെ പ്രസൻസിൽ മനസ്സിലാക്കാം. അതിനുള്ളിൽ 16 വേർഡ് ഉണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 4 ബിറ്റ് ഐഡന്റിഫൈ ചെയ്തു. ടോട്ടലി 16 ബിറ്റിൽ അസോസിയേറ്റീവ് മാപ്പിംഗിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ബ്ലോക്കാണ് മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് വന്നതെന്ന് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ക്യാഷിലെ ഫ്രീ സ്പേസ്, എപ്പോഴെങ്കിലും ക്യാഷ് ഫ്രീ ആയല്ലോ, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് അസോസിയേറ്റ് മാപ്പിംഗ് എന്ത് ചെയ്യുന്നു, ബ്ലോക്കിനെ മെയിൻ മെമ്മറിയിൽ നിന്നും ക്യാഷ് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. വെരി ക്ലിയർ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സിമ്പിൾ ആണ്, ഓർത്തിരിക്കുക. അസോസിയേറ്റീവ് മാപ്പിംഗ്, മെയിൻ മെമ്മറി block can be placed into cache position. 4 bit used to identify individual words present in the block. Then 12 bit എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? in order to identify which block is we are considering from main memory. ഓക്കെ, അപ്പം ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് 128 ബ്ലോക്കിനെ നമ്മളിങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രീ ആണോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ആ ഒരു കോസ്റ്റ്, ടൈം കുറച്ച് കൂടുതലാണ്. പിന്നെ നമുക്ക് നല്ലൊരു അൽഗോരിതം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് അത് അൽഗോരിതത്തിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ഓപ്ഷൻ, ക്യാഷ് മാപ്പിങ്ങിലുള്ള നെക്സ്റ്റ് ഓപ്ഷൻ ആണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. തേർഡ് പോയിന്റ് ആയിട്ട് എഴുതുക. തേർഡ് ഓപ്ഷൻ, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടോ, ഇൻ ക്യാഷിന്റെ പാർട്ടിൽ ഒരു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ബ്ലോക്ക് 0യും ബ്ലോക്ക് 1ഉം ഒരു സെറ്റാണ്. അതുപോലെ തന്നെ മെയിൻ മെമ്മറിയിലും നമ്മൾ ഡിഫറെന്റ് സെറ്റ് മോണിറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് 0, 64, 128. അതായത് ഓരോ 64 ഗ്യാപ്പിലും നമ്മൾ ഓരോ ബ്ലോക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലോക്കിനെയും ക്യാഷിലെ പാർട്ടിനെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഓരോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ മെമ്മറിയിൽ ആ ഒരു സെറ്റിൽ വരുന്ന ആ പെർട്ടിക്കുലർ ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിലെ ആ പെർട്ടിക്കുലർ സെറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ഡയറക്റ്റ് മാപ്പിംഗ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെറിയൊരു ഡൊമൈൻ കൂടുതൽ എവിടെയുണ്ട്, ക്യാഷിലുണ്ട്. ബ്ലോക്ക് 0ലോ ബ്ലോക്ക് 1ലോ നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. ഇപ്പുറത്തൊന്നും നമ്മളൊരു സെറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിനെ നമുക്ക് ഇപ്പുറത്തോട്ട് മാപ്പ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഇവിടെ ഓർക്കുക, പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇൻ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്, ടോട്ടലി 128 അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അതിനെ നമ്മൾ സെറ്റ് ആക്കി വെച്ചപ്പോൾ നമുക്ക് 64 സെറ്റ് അവൈലബിൾ ആണ്. വി ഹാവ് 64 സെറ്റ് അവൈലബിൾ. സെറ്റ് അവൈലബിൾ. നെക്സ്റ്റ് ലൈനിൽ എഴുതാം, block from main memory can occupy either of these two position. Block from main memory can occupy either of these two position. Okay. ഇനി here we have memory address. Here we have memory address 664 എന്നാണ് കേട്ടോ. ഇതിവിടെ ചെറിയ തെറ്റുണ്ട്. Here we have memory address set associative mapping 664. Totally 16 ആണ് വേണ്ടത്. Here we have 664 memory address. 664 memory address. Here 4 എണ്ണം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? 4 എണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 16 വേർഡ് ഏതാണെന്ന് ഐഡന്റിഫൈ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
16 വേർഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 4 എണ്ണം യൂസ് ചെയ്തു. ബ്ലോക്ക് ഈ 4096 നമ്പർ ഓഫ് ബ്ലോക്സ് അവൈലബിൾ ആണ്. അതിനെ നമ്മൾ സെറ്റ് ആക്കി ക്ലിയർ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? 4096 ഡിവൈഡഡ് ബൈ 64. ഒന്ന് നോക്കിയേ, 128 ആയിരിക്കണം. ഡിവൈഡ് ബൈ 64. ഓക്കെ, 64. ഓക്കെ 64 എണ്ണം ഉള്ള ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഏത് ബ്ലോക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 6 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്തു. 4096 നമ്മൾ 64 ബ്ലോക്ക് ആയിട്ട് മാറ്റുന്നു. ഹിയർ ഓൾസോ നമുക്ക് എന്ത് വേണം? ആ ബ്ലോക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 6 ബിറ്റ് വേണം. അപ്പൊ ഓരോ സെറ്റും ഇപ്പുറത്ത് നോക്കാം, നമുക്ക് 2 എണ്ണേ ഉള്ളൂ. ഇപ്പുറത്ത് എന്തുണ്ട്? 64 എണ്ണം. ഓരോ സെറ്റിലും 64 എണ്ണം ഉണ്ട്. ക്ലിയർ അല്ലേ? 4096 നമ്മൾ സെറ്റ് ആക്കി വെച്ചു. ആ സെറ്റ് എന്ന് പറയുന്നത് സെറ്റിന്റെ സൈസ് 64 ആണ്. സെറ്റിന്റെ സൈസ് ഹിയർ ഇപ്പുറത്തുള്ള സെറ്റിന്റെ സൈസ് 2 ആണ്. ഇനി ഈ 64 എണ്ണത്തിൽ ഏതാണ് നമ്മുടെ ക്യാഷിന്റെ സെറ്റിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ 64നെ റെപ്രസെന്റ് ചെയ്യാൻ അഗൈൻ വി നീഡ് 6 ബിറ്റ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ ടാഗും 6 ആണ്. 64 എണ്ണത്തിൽ ഏതാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ടാഗ് സൈസ് ഓൾസോ 6. ഇതാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. 4096 മെമ്മറിനെ 64 ബ്ലോക്കുള്ള 64 സെറ്റ് ആക്കിയിട്ട് നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 64 എണ്ണമുള്ള ഒരു സെറ്റ് എന്നാണ് നമ്മൾ ക്യാഷ് മെമ്മറിയിലേക്ക് ഒരു ബ്ലോക്കിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പം 64 എണ്ണത്തിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 64 സെറ്റ് ഉണ്ടല്ലോ, അതിൽ ഏതിലേക്കാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി 6 ബിറ്റ് നമ്മൾ യൂസ് ചെയ്തു. 64 ഒരു സെറ്റിൽ 64 എണ്ണം ഇപ്പുറം ഉണ്ട്, അതിൽ ഏതാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ലാസ്റ്റ് 6 ബിറ്റ് നമ്മൾ യൂസ് ചെയ്തു. ടോട്ടലി 664 ആണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗിൽ മെമ്മറിയുടെ അഡ്രസ് വരുന്നത്. ക്ലിയർ അല്ലേ? നോക്കാം. ഹിയർ 6 ബിറ്റ് will determine സെറ്റ് നമ്പർ. ഏതാണ് സെറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓരോ സെറ്റിലും 64 ഉണ്ട്. ഹയർ ഓർഡർ ഐഡന്റിഫൈയിങ് ഏത് 64 ഏത് പാർട്ടാണ് നമ്മുടെ ഈ ഒരു ബ്ലോക്കിലേക്ക് വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. റെസ്പോണ്ട് ചെയ്ത അനുപമ ക്ലിയർ അല്ലേ? അഭിഷേക്, അനിരുദ്ധ്, ഓക്കെ. ഹയർ നോക്കാം. ക്യാഷ് വി ആർ ഡിവൈഡഡ് ഇൻടു 128നെ നമ്മൾ 64 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 2 ആണ് നമ്മുടെ സെറ്റ് സൈസ് വരുന്നത്. 4096നെ ഓൾസോ നമ്മൾ എന്ത് ചെയ്യുന്നു? 64 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 64 ബ്ലോക്ക് ആണ് ഓരോന്നും മെയിൻ മെമ്മറിയിൽ വരുന്നത്. അപ്പം ഈ 64 ബ്ലോക്ക് ഉണ്ടാവും, എന്നാലേ 4096 ഉണ്ടാവും. അപ്പൊ അതിൽ ഏത് സെറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 6 ബിറ്റിന് യൂസ് ചെയ്തു. പിന്നെ ഈ 64 എണ്ണത്തിൽ ഏതാ വരുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് വീണ്ടും നമ്മൾ 6 ബിറ്റ് വേണം. ആ ഒരു ഓർഡറിൽ നമ്മൾ മനസ്സിലാക്കുക. സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. അപ്പം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നെക്സ്റ്റ് ടോപ്പിക്. ക്ലിയർ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പ്രിൻസ്, സഫീല്, സെവിൻ എന്നാ റെസ്പോൺസ് ഇല്ലാത്ത ഇന്ന്? സെവിൻ, സിഷാജ്, യാദവ്, സങ്കീർത്തന, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അരുൺദത്ത്, മുഹമ്മദ് സാലിഹ്, റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എഴുതാം. നമ്മൾ അൽഗോരിതം എന്ന് കുറേ സമയമായില്ലേ പറയുന്നു മാപ്പ് ചെയ്യാൻ വേണ്ടി. ഏതാണ് അൽഗോരിതം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്.
ഒരു അൽഗോരിതം പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് എഴുതാം അൽഗോരിതംസ് റീപ്ലേസ്മെന്റ്, അതായത് ക്യാഷ് ബ്ലോക്ക് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് എന്ന് എഴുതാം. ക്യാഷ് ബ്ലോക്ക് റീപ്ലേസ്മെന്റ് അൽഗോരിതം. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് അൽഗോരിതം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്യാഷ് ബ്ലോക്ക് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ എന്ന് എഴുതാം. വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ക്യാഷ് ബ്ലോക്ക് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഓക്കെ, കോൺസെപ്റ്റ് ഇതാണ്. നമ്മുടെ ക്യാഷിൽ കുറച്ച് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ബേസ്ഡ് ഓൺ ദി റിക്വസ്റ്റ് ക്യാഷിലേക്ക് ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഏറ്റവും ആദ്യം വന്ന ഇൻഫർമേഷനെ ആയിരിക്കും നമ്മൾ ആദ്യം ക്യാഷിൽ നിന്ന് ഒഴിവാക്കുക. അതായത് മെമ്മറി മാപ്പിംഗ് നടക്കുമ്പം വലിയൊരു ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ നമ്മൾ ക്യാഷിലേക്ക് മാപ്പ് ചെയ്യണം. അപ്പൊ ആദ്യം ക്യാഷിൽ ഏത് വന്നിട്ട് കുറേ സമയമായിട്ട് ക്യാഷിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ, അതിനെ ആയിരിക്കും നമ്മൾ പുതിയൊരു ഇൻഫർമേഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കുന്നത്. ഒന്നുകൂടി പറയാം, വലിയ മെയിൻ മെമ്മറിയിൽ കുറെ ഇൻഫർമേഷൻ ഉണ്ട്, ക്യാഷിന്റെ സൈസ് കുറവാണ്. നമ്മൾ ഇൻഫർമേഷൻ വന്ന് ക്യാഷ് ഫുള്ളായി എന്ന് കരുതുക. വീണ്ടും പുതിയൊരു ഇൻഫർമേഷൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൾറെഡി കുറെ സമയം ക്യാഷിലിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ, അതിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ക്യാഷിലേക്ക് പുതിയൊരു ഇൻഫർമേഷനെ കൊണ്ടുവരിക. ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഗോയിങ് ടു റെപ്രസെന്റേഷൻ. നിങ്ങൾ നോക്കുക, ഹിയർ our processor is trying to read a information from the cache memory. അപ്പൊ നോക്കുക, ഫസ്റ്റ് CPU A എന്ന് പറയുന്ന ക്യാഷ് ഇനീഷ്യലി ഒന്നുമില്ല എന്ന് കരുതുക, 0 ആണ് ക്യാഷ്. പ്രോസസർ ഈസ് ട്രൈങ് ടു റീഡ് എ ഡാറ്റ എ. അപ്പം എ ക്യാഷിൽ അവൈലബിൾ ആയിട്ടില്ല. എ എന്ന് പറയുന്നത് എന്താണ്? മിസ്സാണ്. സോ ക്യാഷിലേക്ക് ആര് വന്നു? മെയിൻ മെമ്മറിന്ന് എ വന്നു. അതാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനീഷ്യലി CPU is trying to access എ വേരിയബിൾ എ ഫ്രം ദി ക്യാഷ് മെമ്മറി. ക്യാഷിൽ എ ഇല്ല, ക്യാഷ് ബ്ലാങ്ക് ആയിരുന്നു, നമ്മൾ സിസ്റ്റം വാങ്ങിയതേ ഉള്ളൂ, ക്യാഷിൽ എ ഇല്ല. സോ ആ സമയത്ത് റീഡ് മിസ് വന്നപ്പം പ്രൈമറി മെമ്മറിന്ന് എ എന്ന് പറയുന്ന ബ്ലോക്കിനെ ആരെടുത്ത് വെച്ചു? മാപ്പിംഗ് ഫംഗ്ഷൻ എടുത്ത് ക്യാഷിലേക്ക് വെച്ചു. ഇപ്പം എ ക്യാഷ് മെമ്മറിയിൽ ഉണ്ട് കേട്ടോ, ഓർക്കുക. ദെൻ പ്രൊസസർ അതങ്ങ് ഒഴിവാക്കി. ദെൻ പ്രൊസസർ ഈസ് ട്രൈങ് ടു റീഡ് ബി. ബിയും എന്താണ്? ക്യാഷിൽ അവൈലബിൾ അല്ല. ബി ഓൾസോ മിസ്. ബി എവിടെ വന്നു? സെക്കൻഡ് ആയിട്ട് ക്യാഷിലേക്ക് വന്നു. നമ്മളെ ക്യാഷ് സൈസ് 4 ഉള്ളൂ, 2 ആള് വന്നു കഴിഞ്ഞു. എഗെയിൻ CPU is trying to access C. സിയും ക്യാഷിലില്ല. എഗെയിൻ ഇറ്റ് ഈസ് എ മിസ്. അപ്പൊ സിയും മിസ്സായി, സിയും ക്യാഷിലേക്ക് വന്നു. കുറെ കഴിഞ്ഞപ്പോൾ CPU trying to access A again. എനെ വീണ്ടും ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ആര് വന്നു? എ വീണ്ടും വന്നു. മീൻസ് എ വീണ്ടും വരേണ്ട ആവശ്യമില്ല. എ നമ്മൾ കണ്ടോ, സൈസ് കൂടുന്നില്ല, എനെ നമുക്ക് കിട്ടി. സോ ഇറ്റ് ഈസ് എ ഹിറ്റ്. ശരിയല്ലേ? ഇറ്റ് ഈസ് എ ഹിറ്റ്. Then processor is trying to access a variable D. D not available. It is a miss. ആ മിസ് കഴിഞ്ഞപ്പം ഡി എവിടെ വന്നു? ഇവിടെ വന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോഴേക്കും നമ്മുടെ 4 സൈസ് ക്യാഷ് കംപ്ലീറ്റ് ആയി. ഇനിയാണ് നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അൽഗോരിതം പറയുന്നത് എന്താ? ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്. ആരാ ആദ്യം വന്നത്? എ ആണ് ആദ്യം വന്നത്. പ്രോസസ്സർ ഈനെ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഈ അവിടെ ഇല്ല. ഈ പ്ലേസ് ചെയ്യണേൽ ഒരാൾ ക്യാഷിൽ നിന്ന് പോകണം. ആ പോയത് ആരാണ്? ശരിക്കും എ ആണ് പോയത്. കണ്ടോ, എ ഒഴികെ ബാക്കി എല്ലാവരും ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. എ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. വിച്ച് മീൻസ് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്. ആദ്യം വന്ന ആള് എ ആയിരുന്നു. ക്യാഷ് സൈസ് കൂടിയപ്പം വേറൊരു വേരിയബിൾ വരുന്ന സമയത്ത് എ പുറത്ത് പോകേണ്ടി വന്നു. ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു റെപ്രസെന്റേഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എല്ലാവരും. ഞാൻ ഡയഗ്രാം ഒന്ന് ക്ലിയർ ആക്കി തരാം. എന്നിട്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഡയഗ്രാം സ്ക്രീൻഷോട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, 4 നമ്മുടെ ക്യാഷ് സൈസ് ഉള്ളൂ. ക്യാഷിലേക്ക് ബ്ലോക്കിനെ നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മിസ് വരുമ്പോഴാണ്